താത്ത എന്താ കാണിച്ചു തരാത്ത്? ഒരു 10 സെന്റ് സ്ഥലമാണ് കേട്ടോ ഞങ്ങള്. രണ്ടാളും നല്ല കർക്കിടക മഴയില് ഓള് പൊതിച്ചിക്കണൊക്കെ കർക്കിടക മഴയില് പൊതിച്ച് കിടക്കുക. വാങ്ങട് പിന്നെ വാങ്ങോള്. കേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറേ കൂട്ടരുടെ ഇടയിൽ ചോദിക്കാറുണ്ട്, മതിൽ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ കാണിക്കാത്ത താത്ത? ഞാനാണെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുമില്ല. അപ്പോൾ മതിൽ കാണിച്ചു തരുമോ, നിങ്ങളെ വീടിൻ്റെ പിന്നാമ്പറങ്ങളും മുറ്റങ്ങളും ഒക്കെ കാണിച്ചു തരുമോ, നിങ്ങളെ വീടിൻ്റെ വഴി കാണിച്ചു തരുമോ, അങ്ങനെ എല്ലാവരും ചോദിക്കലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ വീടിൻ്റെ മുറ്റവും മതിലും നമ്മളെ പരിസരങ്ങളും കാണിക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരോ പണികളൊക്കെ എടുക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളി അല്ലേ അമ്മിക്കുട്ടി? വീടിൻ്റെ സ്ഥലം തുടങ്ങുന്നത് അവിടെ നിന്നാണ് കേട്ടോ. ആ മേലെ നിന്നുള്ള ആ വഴി മുതലാണ് നമ്മളെ വീട്ടിലേക്കുള്ള സ്ഥലം തുടങ്ങുന്നത്. ഇതൊക്കെ നമ്മളെ സ്വന്തം വഴിയാണ്. അപ്പോൾ ഇത് 10 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ റോഡ് വക്കിലല്ല, മെയിൻ റോഡുണ്ട്, അതിന്മേന്നൊരു ചെറിയൊരു റോഡുണ്ട്, അതിന്മേന്നൊരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയുണ്ട് കയറി വന്നാൽ ഇങ്ങനൊരു വഴി, പിന്നെ ഇങ്ങനൊരു വഴി. ഈ ഒരു ഇറക്കത്തിലൂടെ വന്നിട്ടാണ് കേട്ടോ ഞങ്ങളെ വീടുള്ളത്. പിന്നെ അപ്പുറത്ത് നല്ല കവുങ്ങും തോട്ടമാണ് കേട്ടോ. അതൊന്നും ഞങ്ങളതല്ല കേട്ടോ, അതൊക്കെ ഞങ്ങളെ സൈതാക്കാൻ്റെ കവുങ്ങും തോട്ടം. ഞങ്ങളെ തോട്ടം വരുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ളത് മഴ ഏകദേശം തോന്നുന്നുണ്ട്. അപ്പം കൊട പതുക്കെ ഊരട്ടെ. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞു തോട്ടതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. മേലെ ഒരു തട്ടുണ്ട്, പിന്നെ ഒരു തട്ടും കൂടെ ഉണ്ട്. 3ാമത്തെ തട്ടിലാണ് ഞങ്ങളുള്ളത് കേട്ടോ. പിന്നെ 4ാമത്തെ തട്ടിലാണ് ഓലൊക്കെ ഉള്ളത്. അങ്ങനെ 4 തട്ടായിട്ടാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഈ ഒരു സ്ഥലം ഇങ്ങനെ അടിയിൽ നിന്ന് കെട്ടിപ്പൊക്കി ഒരു സ്ഥലം ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വീടിൻ്റെ പൈസയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു തട്ടിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രകൃതി സുന്ദരമായ സ്ഥലത്തിൻ്റെ ഉള്ളിലത്തെ പോസിറ്റീവ് വൈബ് ഒരു വേറെ തന്നെയാണ്. പച്ചപ്പും ഹരിതാപം അല്ലേ യാമിക്കുട്ടിയെ? യാമിക്കുട്ടിക്ക് ഇനി പറ്റുമെന്നാവട്ടോ, അവളൊക്കെ ഇപ്പോൾ ന്യൂജനല്ലേ. നമുക്ക് പച്ചപ്പ് ഹരിതാപമൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല സ്വസ്ഥമായൊരു ഇടം. പിന്നെ ഒരു സ്ഥലത്തിനുണ്ടാവുമല്ലോ നമുക്കൊരു നല്ലൊരു സുഖം, അങ്ങനെ സുഖമുള്ളൊരു സ്ഥലമാണിത്. ഞങ്ങൾ ഈ ഒരു സ്ഥലത്തിന് അങ്ങനെ ഒരു മതിൽ കെട്ടാൻ പറ്റിയൊരു സ്ഥലമല്ല കേട്ടോ. കാരണം കാണിച്ചതില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ കൂടായിട്ട്. അപ്പോൾ ഇതിനൊരിക്കലും മതിൽ കെട്ടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. അപ്പോൾ ഇതാ താഴത്തെ വീടുണ്ട് കേട്ടോ. ഓരോ വീട്ടിൽ ചെറിയൊരു മതിലും മുറ്റായിരുന്നു കേട്ടോ. പിന്നീട് ഓല് അവിടെ അടിയിൽ നിന്ന് കെട്ടിപ്പൊക്കി കൊടുന്ന് വലിയ മതിലും മുറ്റവും ഒക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് നമ്മളതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിയിട്ട് ആക്കണം, മതിലും ഗേറ്റൊക്കെ വെക്കണമെന്ന് അന്ന് ആഗ്രഹിച്ചാണ് കേട്ടോ. അത് ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ ഒരു 6 കൊല്ലം 7 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും പോലും മതിലുണ്ടാക്കിയിട്ട്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹം പൂർത്തിയായി. അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനിയും പണികളൊക്കെ ഉണ്ട്, മുറ്റം പോളിഷ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഗേറ്റും മതിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ താത്ത എന്താ കാണിച്ചു തരാത്തെന്ന് ചോദിക്കുന്നതുകൊണ്ട് എന്താ ഇനി പണി ഫുള്ളാവാണെന്ന് നിൽക്കണ്ട, നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം മുറ്റമൊക്കെ ആകെ വൃത്തികേടായിട്ടാട്ടോ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴൊക്കെ ഇത് ഒക്കെ വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റിയതും നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായ ഒരു സാധനമാണ് കേട്ടോ. ഇനി മുമ്പ് പറഞ്ഞോളൂ, ഉപയോഗം അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, എന്തായാലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന സാധനമാണ്. ഇതാണ് കേട്ടോ നമ്മുടെ അഗാരോൻ്റെ ഹൈ പ്രഷർ വാഷറാണ് കേട്ടോ. ഇത് നമുക്ക് കാറൊക്കെ കഴുകാനും എല്ലായിടത്തും കഴുകാനും ഉപയോഗിക്കാം കേട്ടോ. ഞങ്ങളിത് കൊടുന്നിട്ട് ഇപ്പോൾ കാറ് പ്രാവശ്യം കഴുകി, മുറ്റത്തിൻ്റെ കുറച്ച് ഭാഗം കഴുകി. പിന്നെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ കൂടെ വന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ മെയിൻ മെഷീനാണ് കേട്ടോ. കാണാൻ ഇതൊരു കുഞ്ഞനാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം 9 കിലോനെങ്ങാണ്ട് വെയിറ്റ് ഉണ്ട്. പിന്നെ ഇത് 1800 വാട്ട്സിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വരുന്ന ഓസാണ് കേട്ടോ. ഇത് നമുക്ക് പൈപ്പിൽ നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓസാണ് കേട്ടോ. അതൊരു 1.5 മീറ്ററോളം നീളമുണ്ട്. പിന്നെ വരുന്നത് ഇങ്ങനൊരു പൈപ്പാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു മെഷീനിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ അറ്റത്ത് സ്പ്രേ ചെയ്യുന്ന സാധനം പിടിപ്പിക്കാനുള്ള പൈപ്പാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 3 മീറ്ററോളം നീളം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗണ്ണ് കേട്ടോ. നമ്മളിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഗണ്ണാണ് വരുന്നത്. ടയറിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഇതാക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് വിട്ടിട്ടൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തൂലല്ലോ. അത് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടാണ്
എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ പ്രവർത്തിപ്പിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് കാണിച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുക. നമ്മൾ കാറൊക്കെ കഴുകുന്ന സമയത്ത് സോപ്പൊക്കെ നിറച്ചിട്ട് വാഷ് ചെയ്യേണ്ടല്ലോ, ആ സമയത്ത് ഇതിൽ ലിക്വിഡ് നിറച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യാനാണ് ഈ ഒരു സാധനം വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സാധനം ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ പൈപ്പിൽ ഓസിൽ കണക്ട് ചെയ്തിട്ട് ഇത് പൈപ്പിൽ കണക്ട് ചെയ്യുന്ന കണക്ടറാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് തന്നെ പൈപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബക്കറ്റിൽ വെള്ളമാക്കിയിട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബക്കറ്റിൽ വെള്ളം നിറച്ച ശേഷം ഇത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇത് ബക്കറ്റിൽ ഇട്ട് വെക്കാൻ കേട്ടോ ചെയ്യുക. അതിനുള്ള കണക്ടറാണ് ഇത്. പിന്നെ ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ മോട്ടറിമേ കണക്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഇങ്ങനെ പിടിപ്പിക്കും. പിന്നെ എന്തായാലും ഇതൊക്കെ പ്രവർത്തിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. ഞങ്ങളിത് റെൻറ്റിന് എടുക്കുന്നു. റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്ന് കൊടുന്നാൽ തന്നെ പിന്നെ എല്ലാ പണികളും ഒക്കെ വരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാറ്. ഇത് നല്ല പവറുണ്ടേ. എല്ലാ കാര്യങ്ങളും ഇതിന്റെ മാനുവൽ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് അതൊക്കെ നമുക്ക് ഈസിയാണ്. ഇതിന് 1 year വാറണ്ടി ഉണ്ട് കേട്ടോ. ആമസോണിലെ അഗാരോ ഹൈ പ്രഷർ വാഷർ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ കാണാൻ പറ്റും ഇതിന്റെ വില. ഇതിന്റെ പല സൈസിലുള്ളതും ഒക്കെ ഉണ്ട്. അപ്പോൾ യാമിക്കുട്ടി ഇറങ്ങിട്ടോ. അപ്പം ഞങ്ങൾ മുറ്റൊക്കെ പ്രഷർ വാഷർ വെച്ചിട്ട് മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ മതിൽ ഇത് പണിയുന്നതിന് മുമ്പ് മുതലേ ഞാൻ വീഡിയോകൾ ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട് കണ്ടിട്ട് നമുക്ക് ആ ഫ്ലോറിൽ ഇങ്ങോട്ട് കാണാം. പത്തിരു ദിവസമൊക്കെ അയക്കണം കേട്ടോ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് പണിയില്ലാത്തതുകൊണ്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എന്നും വീഡിയോ എടുക്കലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ ഇതിൻ്റെ വീഡിയോ അങ്ങനെ എടുത്തിട്ട് ഇത് കഴിയുന്ന ദിവസം ഇതിൻ്റെ വീഡിയോ ഇടാന്ന് കേട്ടോ. മതിലൊക്കെ എന്തൊക്കെയായെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിവിടെ ഒരു മതിൽ കെട്ടാൻ പറ്റാത്തൊരു ഏരിയയിലാണ് ഞങ്ങളെ സ്ഥലം. പക്ഷെ മതിലിനോടുള്ള ഇഷ്ടം കൊണ്ട് വീടിനൊരു മതിൽ വേണം എന്നുള്ളതുകൊണ്ട് പിന്നെ അപ്പുറത്ത് ഒരു കൊക്കൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ യാമിക്കുട്ടിയൊക്കെ നടന്നു പോകുമ്പോൾ ബൈക്ക് വീഴും. അപ്പോൾ ആ വീഴാൻ നേരത്ത് വേഗം മതിലിട്ടിട്ട് കാര്യമല്ലോ. ഇപ്പൊ തന്നെ ഒക്കെ കെട്ടിയൊക്കെ ശരിയാക്കണ്ടേ. ഇത് യാമിക്കുട്ടിക്ക് ഉള്ള സ്വിമ്മിംഗ് പൂൾ ആക്കുന്നത്. സുന്ദരനായിട്ട് മതിൽവണ്ട എടുക്കുക കേട്ടോ. വീട്ടില് പണിക്കാരുണ്ടെങ്കിൽ പണിക്കാരെ പിന്നാലെ ഒപ്പത്തിനൊപ്പം ഞാനുണ്ടാവും. പണിയെടുക്കാനല്ല കേട്ടോ വെറുതെ അങ്ങനെ കുത്തിരിക്കുക. അപ്പൊ പുള്ളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പണിക്കാരത്തേക്ക് പോവാണ്. അവിടെ അങ്ങനെ പോയിട്ട് ഒക്കെ നമ്മളെ കൂട്ടുകാരാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ കുത്തിരിക്കുക വർത്താനം. വയറിങ്ങിന്റെ പണി നടക്കുകയാണ്. തേപ്പിന്റെ പണി അങ്ങനെ നടക്കേണ്ടി അല്ലേ സദ്യ ഉഷാറല്ലേ? ഉഷാറാ. അതൊക്കെ ഭയങ്കര കുണ്ടാണ് കേട്ടോ. പലയൊക്കെ വെച്ചിട്ടാണ് പണി പരിപാടി. പടവിന്റെ പരിപാടി വേണോ? എന്തൊക്കെ സുഖല്ലേ? ഇജ്ജ് മുങ്ങൊന്നും വളച്ചിന് പോരെ. ഇജ്ജ് പോരെ. ഇന്നിപ്പോൾ 3 പണിക്കാർ കേട്ടോ. ഇലക്ട്രീഷ്യൻ്റെ ആളുണ്ട്, തേക്കുന്ന ആളുണ്ട്, പടുക്കുന്ന ആളുണ്ട്. അപ്പോൾ ഇക്കാരുണ്ട് ഇന്ന് മൊത്തം പണിക്കാരിങ്ങനെ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു വൈബാണെന്ന്. പട്ടാമ്പിയിൽ ജാസ്മിക്കുട്ടി
അപ്പൊ ഇക്കാക്കുന്ന വൈബിന്റെ ദിവസം അമ്മച്ചി പറഞ്ഞിട്ട് സെക്കൻഡിനോട് പുറത്തൊന്നും ഇറങ്ങരുത് എന്ന് പറയുകൊണ്ടു. വീട്ടില് പണിക്കാരുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീടിന്റെ ഉള്ളിലിരിക്കും, പുറത്തേക്ക് ഇറങ്ങിപ്പോ എന്ത് വെയിലാണെങ്കിലും ശരി. പുറത്ത് എന്തൊക്കെ ബഹളാണെങ്കിലും യാമിക്കുട്ടി നല്ല ഉറക്കത്തില. ഇന്നത്തെ മതിൽ പണി കഴിഞ്ഞ് പണിക്ക് എന്തായി നോക്കാൻ നിൽക്കുക യാമി. ഇന്നത്തെ വൈബ് കഴിഞ്ഞോ? ആൾക്കാരൊക്കെ പോയി, വൈബും കഴിഞ്ഞു. നമുക്ക് നാളെ നോക്കാം. ഇവിടെ ലൈറ്റ് വെക്കാനൊക്കെ ഉള്ള പോയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പോയിന്റ് അല്ലല്ലേ, എന്താ പറയാ, കീറിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തേച്ച് വന്നിട്ടുണ്ട്. ഇനി ഗേറ്റ് വെക്കണം, വൈറ്റ് വാഷ് ചെയ്യണം. അപ്പൊ തിരുമ്പളല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാ കാണിച്ചത്. ഇത് വേസ്റ്റ് കുഴി കിട്ടും. നമുക്ക് ആദ്യം കുറച്ച് കിട്ടിട്ട് വെച്ചു. ഇപ്പൊ ഈ ഒരു മൂലയിൽ ഇങ്ങോട്ടാക്കാം വേസ്റ്റ് കുഴി. വേസ്റ്റ് കുഴി എന്ന് പറയാൻ പറ്റില്ല, ഒരു വേസ്റ്റ് കിണറെന്നേ പറയാൻ പറ്റുള്ളൂ. കിണറ്. പിന്നെ ഇവിടെ അങ്ങനെയൊക്കെയാണ് മതിലുകൾ ഉണ്ടാക്കാൻ പറ്റുക. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഏരിയകൾ. ഈ തിരുമ്പളല്ലേ വെച്ചത്. ഞങ്ങളെ വഴി ആദ്യം അടുക്കളയുടെ നേരെ ഇല്ലല്ലോ വഴി, ഇപ്പം കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട്. കാരണം പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അടുക്കളയ്ക്ക് ഒരു ഇതല്ലേ. ഇങ്ങനത്തെ വഴിയും ഇതൊക്കെ ഒരു രസമാണല്ലേ, മതിലും വഴിയൊക്കെ. ഉപയോഗിച്ചിട്ടില്ലെങ്കിലും തിരുമ്പണ കണ്ടൊന്നും വേണം. എന്ന് വെച്ചാൽ ചവിട്ടിയും തുടപ്പും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെങ്കിലും തിരുമ്പാന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. തിരുമ്പണ കണ്ട് എന്തായാലും വേണം. വാഷിംഗ് മെഷീനിലാണ് ഫുള്ള് തിരുമ്പലപ്പോഴും. പിന്നെ ഇവിടെ ഫുള്ള് നമ്മുടെ വറക് വരെ ഇരുന്നു. ബംഗ്ല മറിയില്ലാത്ത വറകുകൾ. അപ്പം അതൊക്കെ പോയുള്ള സ്ഥലമായി. അത് നമ്മുടെ മെയിൻ സ്ഥലം ഉണ്ടായിരുന്നത് കേട്ടോ. അതായത് കൊക്ക, അപ്പുറത്തേക്കുള്ള കൊക്ക. ആദ്യം മുറ്റം സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പം ഇത്ര ഭാഗം ഞങ്ങളിത് അപ്പം നമ്മളെ ഇരുമ്പാമ്പന്മാരും ഒക്കെ ചാമ്പക്കൊക്കെ ഉള്ളിലേക്ക് വന്നിട്ടോ. ഇവിടെ വെള്ളം പോകാനുള്ള ഗ്രില്ല് അവിടെ ഇരുന്നു. ആ ഗ്രില്ല് ഇനി ഇങ്ങോട്ട് എടുത്ത് വെക്കണം. പിന്നെ നമ്മളെ ഈ തൊടുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആകെ 10 സെൻറ്റ് സ്ഥലമുള്ളൂ. അതിൻ്റെ ഇടയിൽ നടുവിൽ ഇങ്ങനൊരു വഴിയും ഇപ്പുറത്തൊരു കുഞ്ഞിത്തോട് അപ്പുറത്തൊരു കുഞ്ഞിത്തോട്. ഇവിടെ ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഒക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മുടെ മതിലിൻ്റെ തേപ്പും പടവൊക്കെ കഴിഞ്ഞ് നമ്മളെ ഗാർഡനിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ ഇത്. ഇതിനിവിടെ ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊരു ലൈറ്റ് ഫിറ്റ് ചെയ്യണം. പിന്നെ ഗേറ്റിനുള്ള കുറ്റികളൊക്കെ കൊടുന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗാർഡൻ ഇതാണ് കേട്ടോ കോലം. ഇനി ഗാർഡനൊക്കെ അടിപൊളിയാക്കണം. പിന്നെ അവിടെ നമ്മളെ മഴവെള്ളം വന്ന് വീഴാനുള്ള ഗ്രില്ലാണ്. ആ വഴിയിൽ നിന്ന് സംഖ്യക്ക് മഴവെള്ളം വരാനുണ്ട്. അപ്പോൾ ഓലൊക്കെ ഇതിലേക്ക് വീഴും. അവിടെ വെച്ചിട്ട് അങ്ങനെ അപ്പുറത്ത് തൊടുക്ക് പോകും. അങ്ങനെ മതിലിൻ്റെ വൈറ്റ് വാഷ് കഴിഞ്ഞിട്ടത്. ഇതാണ് നമ്മൾ തിരുമ്പാൻ കല്ല്. ഇനി കുട്ടിയുടെ തുണികളൊക്കെ തിരുമ്പ കൊടുന്ന് തിരുമ്പണം. ഇന്നിപ്പോൾ നമ്മളെ വേസ്റ്റ് കുഴിയിൽ കത്തിക്കാൻ പോവാണ് കേട്ടോ. വേസ്റ്റ് കുഴിയിൽ കത്തിക്കുന്ന ഉദ്ഘാടനം സെക്യൂർ. നാടൻ മുറിക്കല്ല, കച്ചറയൊക്കെ ഇട്ടിട്ട് ഇവിടൊക്കെ ഇന്റർലോക്ക് ഇട്ടിട്ട് അടിപൊളിയാക്കണം. ആരൊക്കെ വന്നിക്കണേ? കച്ചറക്കുഴി കാണാൻ വന്നിക്കുക. സ്വിമ്മിംഗ് പൂളാന്ന് വിചാരിച്ചിട്ടുണ്ടോ? പപ്പ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി തന്നിക്കാന്ന് വിചാരിച്ചോ? ഇപ്പൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പോലെ അറിയട്ടെ. 10 രൂപ കൊല്ലം സിഗരറ്റ് വലിച്ച നാളല്ലേ. ഇപ്പൊ 10-12 കൊല്ലായിട്ടല്ലോ നിർത്തിയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ. ഇത് പിന്നെ രാത്രി കണ്ണാൻ വേണ്ടിട്ട് മെഴുതിരി കുടിച്ചു പോയത് എങ്ങനെയായിരുന്നു. പക്ഷെ അത്ര വണ്ണല്ലേ മെഴുതിരി ആവില്ല. ആരെങ്കിലും കുറ്റത്തോടെ നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓർക്കുള്ള ടിപ്സ് പറഞ്ഞിട്ട് കാര്യമില്ല. ലൈറ്റും പൊളിച്ചും ഇല്ലാത്ത വീടുകളുണ്ടാവും. മൊബൈലില്ലാത്ത ആൾക്കാരുണ്ടാവുന്നേ. അങ്ങോട്ട് പോയിക്കോളി. പുതിയ വേസ്റ്റ് പോയിട്ട് കത്തിക്കണിന്റെ പൊലി വേണം വരുന്നത്. രാവിലെ പുല്ല് തിന്നിട്ടുള്ള വയറാണ്. അപ്പോൾ മുറ്റമ്പണി ഇത് അങ്ങനെയൊക്കെ ആയിട്ടോ. ഇന്നിപ്പോൾ മിനി വന്ന് അടിച്ചോലും കൂടെ ആയപ്പോൾ അങ്ങനെ വൃത്തിയായി. ഇത് നമ്മൾ ഈ പുഴയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന കല്ലുകളുണ്ടല്ലോ, അതൊക്കെ ഇതാ ഇവിടെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ പാറിൻ്റെ അടിയിൽ ഈ കല്ലൊക്കെ ആയിട്ട് ഒരു രസം. അപ്പം ഇനി ഗേറ്റ് വെച്ചിട്ട് കാണാം.
അങ്ങനെ എന്താ നമ്മളെ ഗേറ്റ് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ. ഈ ബാക്കി പണി കുറച്ചും കൂടി കിടക്കണുണ്ട് കേട്ടോ. ഇവിടെ ഗേറ്റ് ഫിറ്റ് ചെയ്തു. അവിടെ പ്രധാനപ്പെട്ട ഒരു സാധനം തരാണ്ട് അത് കാണിച്ചു കൊടുത്തില്ലേ? അവിടെ റാന്തല് ഗേറ്റ് മതിൽ പണ്ട് മുമ്പേ റാന്തൽ ഓർഡർ ചെയ്ത് വെച്ചിട്ട് അത് ഇവിടെ വന്ന് കിടക്കുന്നു. റാന്തൽ വന്ന് കിടക്കലാണെങ്കിൽ കുറെ ദിവസമായിരിക്കണം. പക്ഷെ ഇതിന്റെ പണിക്കാരൊന്നും വന്ന് കിട്ടാനാണ് പാട്. കുട്ടി ഗേറ്റ് തുറന്നു. കൊച്ചുണി കുട്ടി ഗേറ്റ് ഒക്കെ തുറന്നു. ശക്തിമാന ഞങ്ങൾക്ക് നാളെയാണ് ഇന്റർലോക്കിന്റെ പണി അല്ലേ? നാളെ മറ്റന്നാ. അപ്പൊ ഇന്റർലോക്കിന്റെ കട്ട വരുന്നുണ്ട്. അതിനട്ടപ്പോ ഗേറ്റിക്ക് തുറന്നിട്ടിരിക്കണത്. അതിന്റെ ഇടയ്ക്ക് ഇതാ ചാമ്പക്കമരം കാറ്റത്ത് പഴങ്ങി ചാടി. ഇനിയിപ്പോ അത് അവിടെ നിർത്തണോ വേണ്ടയോ വെച്ചിട്ടാണ് ഇക്ക തടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പറിച്ച് കുഴിച്ചിടണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പുറത്തെ നോക്കി നോക്കാം അല്ലേ? അപ്പുറത്തേക്ക് മാറ്റി കുഴിച്ചിടണം എന്നുള്ള ചെറിയ പ്ലാനിങ്ങിലാണ്. ഈ ആമിക്കുട്ടിക്ക് പറിച്ച് തിന്നാനുള്ളതാണ് ചാമ്പക്കേ അല്ലേ? അപ്പൊ ഈ ആമിക്കുട്ടിക്ക് മതിൽമക്കൂടെ കേറി ഇങ്ങനെ പോയിട്ട് മോളിൽ കേറി പറിച്ച് തിന്നു. അതുപോലെ ഇരുമ്പാമ്പുളി കട്ടക്കാര് പണിക്കാർ കുറെ ദിവസമായി പണിക്കാരിലെ വിരിക്കല് മറ്റന്നാളെ വിരിക്കുള്ളൂ. ഇന്ന് മറ്റേ സാധനങ്ങളൊക്കെ ഇറക്കി നാളെ മഴയാണെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ അത് വിചാരിച്ചിട്ട് കട്ടിറക്കാൻ വേണ്ടി തിരികെയൊക്കെ വെച്ചേക്കണം. തരികയാണത് നമ്മളെ ഇന്റർലോക്കിന്റെ പണിയുള്ളതാ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അടുക്കള ഭാഗം പിന്നെ ഇതൊന്ന് അരുവിലൊക്കെ ഇടാനുണ്ട്. ഈ അരുവിലൊക്കെ പിന്നെ ഇരുമ്പാമ്പുളി മരച്ചുപൊട്ടിലൊക്കെ ഇടാനുണ്ട്. മതിലുപണിയുടെ വീഡിയോകളെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം മതിലുപണിയുടെ കാര്യങ്ങളൊക്കെ നിന്നിതാ ഞങ്ങളെ മതിലുപണി അവസാനം ലൈറ്റ് വെച്ചു അല്ലേ? ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിക്കാൻ ഞങ്ങൾ രണ്ടാളെ ആസ്വദിക്കാൻ റാന്തല് നേരെ കാണൂല്ലോ ലൈറ്റ് കാരനെ. അപ്പം അങ്ങനെ ഇന്നലെ മുറ്റൊക്കെ ക്ലീനാക്കി പിന്നെ ഇന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതല്ലേ യാമിക്കുട്ടി. യാമിക്കുട്ടി ഞങ്ങളൊക്കെ ഒന്നിച്ച് കണ്ടോ ഓളെ മുഖമൊക്കെ ഉറങ്ങിയിട്ട് അല്ലേ ചിച്ചെല്ലാവരോടും മുറ്റം കാണിച്ചു തരാൻ വന്നതാണ് പറഞ്ഞത്. അപ്പം മതിൽ പണ്ട് എല്ലാ സ്റ്റെപ്പും കാണിച്ചപ്പോൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. ഞാൻ വേസ്റ്റ് കുഴി കാണിച്ചു തരണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വേസ്റ്റ് കുഴി കാണിച്ചപ്പോൾ ഞാൻ ആദ്യം അത് കാണിച്ചത്. ഇതായിട്ട് ഞങ്ങൾ വേസ്റ്റ് കുഴി ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലക്കുള്ളവർക്ക് കച്ചറയിടാനൊരു സ്ഥലം ഉണ്ടാവില്ലല്ലോ. എല്ലാം അടിച്ചു വരിയതും എല്ലാതും ഒന്ന് കൊടുന്നിടാനൊരു കച്ചറക്കുഴി ആവശ്യമാണ് കേട്ടോ. വീടിൻ്റെ എല്ലാ സ്ഥലത്തും നമുക്ക് കച്ചറക്കുഴിയൊന്നും ഉണ്ടാക്കാൻ പറ്റും. സ്ഥാനമൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പുതിയ ഇങ്ങനെ കച്ചറ ഇട്ടാലും ഇങ്ങനെ കുഞ്ഞു കൂടുതലായിരിക്കും. അപ്പോൾ ഞങ്ങളൊരു വീട് ഇന്നും മുതലുള്ള കച്ചറകളും ഉണ്ടായിട്ട് പിന്നെ ഇപ്പോൾ ഈ മതിൽ പണി ആയപ്പോഴാണ് അത് ഒഴിവാക്കി കൊണ്ടുപോയിട്ടോ. അതങ്ങനെ കച്ചറകൾ ഇട്ടാലും നിറഞ്ഞു കഴിയുന്നില്ല. അതങ്ങനെ അതിൽ അടിഞ്ഞടിഞ്ഞ് അങ്ങനെ പോകും. എന്തായാലും പ്രാവശ്യം ഉണ്ടാക്കിയ കച്ചറക്കുഴി അത്യാവശ്യം ഉണ്ടാക്കണ്ടോ. 2-3 അടി കൂടി താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കിട്ടിയിരുന്നു. വെള്ളം കണ്ടിരുന്നു. മഴ ഇങ്ങനെ വീഴുമ്പോൾ ഇതിന് വെള്ളം നിറയും അങ്ങനെയല്ല. വെള്ളം കഴിഞ്ഞ അടിയൊക്കെ അങ്ങനെ പോകും. അപ്പോൾ ഇതിനുള്ളിലുള്ള കച്ചറകളൊക്കെ കുറച്ച് നനവുണ്ടാകും. പിന്നെ എന്തായാലും കുറച്ച് സമയം വെയിൽ തെറിക്കുമല്ലോ. വെയിൽ അടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ വേറെ കത്തിക്കാനുണ്ടാവും. അതും കൂടിയിട്ടൊക്കെ കൂടിയാണ് കത്തിക്കണം. അപ്പോൾ വീണ്ടും അതങ്ങോട്ട് സെറ്റാവും. അങ്ങനെയാണ് ഇതിൽ കത്തിക്കൽ കേട്ടോ. അപ്പോൾ 5 സെൻറ്റും 10 സെൻറ്റും ഉണ്ടാക്കി ഇങ്ങനെ കച്ചറക്കുഴി നല്ല സുഖമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എവിടെ എല്ലായിടത്തും വൃത്തികേടാക്കാൻ ആൾക്കാർക്ക് വീതിയില്ലാതെ കുറച്ച് നീളത്തിൽ ഹൈറ്റിലും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കച്ചറക്കുഴിയൊക്കെ ഏകദേശം കത്തിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. കത്തിക്കണ ഉസ്താദ് ഞാനാണ്. നമ്മള് ഇളക്കി മറിക്കല്. പിന്നെ അവിടെ എല്ലായിടത്തും ഇന്റർലോക്ക് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഇവിടെ പിന്നെ ഇതാ പുഴയിൽ നിന്ന് അന്ന് കൊടുന്ന ആ കല്ല് ഭാഗിക്കാൻ കേട്ടോ. ഇതാ ഞങ്ങളെ അടുക്കള ഭാഗം കേട്ടോ. ഇതാ നമ്മളെ തിരുമ്പണ കല്ല്. അപ്പൊ ആദ്യം അങ്ങോട്ടുള്ള വഴി അവിടെ ആയിരുന്നു കേട്ടോ. അപ്പൊ ആ വഴി ഇതാ ഞങ്ങള് ഇങ്ങോട്ടാക്കി കേട്ടോ. പിന്നെ ഇതാ അവിടെ ഫുള്ള വറക് വരായിരുന്നല്ലോ. അപ്പോൾ വറക് വരയിൽ വെറുതെ സാധനം കൂട്ടി വെക്കലായിരുന്നു. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റോറേജ് ആക്കിക്കാൻ കേട്ടോ. ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ഈ ഒരു സാധനം 3 എണ്ണം ഉണ്ട്. അത് വാങ്ങിച്ചതിമ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പലക വെച്ചിട്ട് അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ കച്ചറ പിച്ചറ സാധനങ്ങളൊക്കെ വെക്കാനും അതിൻ്റെ അടിയിൽ ഇതാ ഈ സാധനങ്ങളും ഇത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് ഇനി സെറ്റപ്പ് ആക്കി വെക്കണം. അപ്പോൾ തൽക്കാലം അങ്ങനെ വെച്ചിട്ട് കുറച്ച് വിറകും കുറച്ച് ചിരട്ടയും കുറച്ച് ഇതൊക്കെ വെക്കാൻ കുഞ്ഞു വിറക് വരാക്കി മാറ്റണം അവനെ. ഇത് പിന്നെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഹരിത കർമ്മസേനക്കുള്ളത് എടുത്തു വെച്ചതാണല്ലേ. ഇതവിടെ വലിയൊരു തേക്ക് ഉണ്ട് കേട്ടോ. നമ്മളല്ലേ ഇവിടെ യാമിക്കുട്ടിയുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതാ ഈ ഒരു കാടിന്റെ ആ കാട്ടിലാണ് ഞങ്ങൾ തറവാടും കാര്യങ്ങളൊക്കെ ഉള്ളതില്ലേ. അത് ആ കാട്ടില് നിന്ന് നോക്കണവർക്ക് നമ്മളൊരു കാട്ടിലാക്കാരില്ലേ.
അപ്പം അങ്ങനെ ഇതാണ് നമ്മളെ വീടിൻ്റെ ഈ ഒരു സൈഡ്. ഇവിടെ നമ്മളെ ഗ്യാസും കുറ്റികളൊക്കെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഗ്യാസ് കുറ്റിക്ക് ഇനിയിപ്പോൾ കവറൊന്നും വേണ്ടാന്ന് വിചാരിക്കും. ആരിപ്പോൾ എടുത്തോണ്ട് പോകുന്നില്ല. മതിലും വെച്ചു ഗേറ്റും വെച്ചു. ഇനിയിപ്പോ അത് ഈ കയറ്റം കയറ്റിങ്ങാണ്ട് ഏറ്റി കൊണ്ടുപോകില്ല. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വളരെ നന്നാട്ടെ. അല്ലാപ്പൊ നമ്മളിപ്പോ അപ്പൊ കൂടൊക്കെ ഒഴിവാക്കി. ഇതാ ഈ ഒരു കൊക്കയൊക്കെ ആയിരുന്നു ഇവിടെ കേട്ടോ. അപ്പൊ അതൊക്കെ യാമിക്കുട്ടിയൊക്കെ നടക്കുമ്പോഴത്തേനേ കൊക്കയൊക്കെ ഇല്ലാതാക്കി ഞങ്ങള്. പിന്നെ ഇതാ നമ്മളെ ഇരുമ്പാമ്പൊളിമാരൊക്കെ ഇപ്പൊ ദാ ഇതിന്റെ ഉള്ളിലായിട്ടോ. പറയണേട്ടൊന്നും വലിയ കുഞ്ഞു തോട്ടാണ് കേട്ടോ. പിന്നെ ഒരു സാധനം ഉണ്ട്. ഇത് 2000 ലിറ്ററിന്റെ ഒരു ടാങ്ക് വെച്ചാണ്ട് എന്ന് വെച്ചാൽ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാല് വെള്ളം കറിയിലുണ്ട്. ഞങ്ങൾക്ക് വെള്ളം ശേഖരിച്ചേക്കാൻ ആകെ 1500. അപ്പോൾ ഞാൻ പറയാം ആകെ 1500 ലിറ്റർ വെള്ളം കൊണ്ടാണ് വിരുന്നുകാരെ വിളിക്കലെന്ന് പറയാം. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞങ്ങൾ ടാങ്ക് ഫിറ്റ് ചെയ്ത് അതിന് പറ്റിയിട്ട് വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ടാങ്കും മോട്ടറും. അപ്പോൾ ഇനി ഇതിലെപ്പോഴും വെള്ളം സ്റ്റോക്കാക്കാം അല്ലേ? സ്റ്റോക്കല്ലേക്കാ? എത്ര വിരുന്നേര് വന്നാലും ഒരു പ്രശ്നമല്ല. പട്ടാമ്പിക്കാരൊക്കെ അടുത്ത ഞായറാഴ്ച പോന്നോട്ടെ. മിക്കവാറും വരുന്നുണ്ടാവും. ഇവിടെയൊക്കെ നമുക്ക് നല്ലൊരു അടിപൊളി ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇരിപ്പിടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ ഇതാ നമ്മളെ ചാമ്പക്കന്മാരാണ് കേട്ടോ. അപ്പോൾ ചാമ്പക്കന്മാർ അപ്പുറത്തല്ലായിരുന്നോ? അപ്പോൾ അത് കാറ്റത്ത് കൊഴിഞ്ഞാടി. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് കൊഴിഞ്ഞ് കുഴിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇപ്പൊ അവിടെ പിടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഇലകളൊക്കെ കൊഴിഞ്ഞിപ്പോ സെറ്റ് ആവേണ്ട തോന്നുന്നുണ്ട്. യാമിക്കുട്ടിക്ക് തിന്നാനാണല്ലേ യാമിക്കുട്ടി ചാമ്പക്ക? പിന്നെ ഇതാ നമ്മളെ റാന്തലാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത് ലൈറ്റ്. അത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണല്ലേക്ക? അതിന് എത്ര രൂപയാണ്? 750 അത്ര. ഗേറ്റിനൊക്കെ എത്ര രൂപ ആയിക്കാം? ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് ഈ മതിൽ പണി തുടങ്ങുമ്പോഴുണ്ടായിരുന്നേ അവർ 75,000 രൂപ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷെ പണി എടുത്ത് നിന്നപ്പോൾ ഏകദേശം 2 ലക്ഷത്തോളം രൂപയായില്ലേ? അപ്പോൾ ഈ ഗേറ്റിന് എത്രയാണ്? ഗേറ്റിന് ഇപ്പൊ 3 ഗേറ്റിനും പാടെ 33 രൂപ. 3 ഗേറ്റും കൂടി 36 രൂപ കേട്ടോ. ഒന്നും പോകുന്നത് എത്രയും നല്ല. ഏകദേശം നമ്മൾ റേറ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിക്കില്ലേ നമുക്കും വേണത് ഗേറ്റ്. അപ്പോൾ ഈ ഗേറ്റിൻ്റെ 13. അപ്പൊ ഈ ഗേറ്റിന്റെ റേറ്റ് ഇതാണ്. ഈ ഗേറ്റിന്റെ റേറ്റ് ഇതാണ്. ഈ ഒരു സാധനങ്ങൾ വെക്കാൻ 4000. ഏകദേശം ഒരു റേറ്റ് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് അപ്പുറത്തെ തൊടിയിട്ട് മതിലാണ്. അവരങ്ങനെ മതിലിങ്ങനെ കെട്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് എത്തിയപ്പോൾ ഞങ്ങളിത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്രെയിം ആക്കി വെച്ചിട്ടു. ആ ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ മറ്റേ ഇവിടെ പാമ്പൊക്കെ കേട്ടോ. ഇവിടെ അധികം പാമ്പിന്റെ ശല്യമൊന്നുമില്ല. കാരണം മയില് കണ്ടമാനുണ്ട്. അപ്പൊ പിന്നെ പാമ്പ് വരൂലെന്നാണ് പറച്ചില്. ഈ കുട്ടിയൊക്കെ ഇങ്ങനെ കയ്യൊക്കെ ഇട്ട് തുടങ്ങും. അപ്പൊ ചിലപ്പം ഇത് പോയിന്റ് ചെയ്യണം. പക്ഷെ ഇങ്ങനെ ഇട്ട് കാണാൻ നല്ലൊരു രസം. ഇപ്പൊ ഇവിടെ ഒരു ഇരിപ്പിടൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട് ഇൻഷാല്ല. പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു ഇതായിരുന്നു കേട്ടോ, ചെടിത്തട ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അവരുടെ സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ ചേർത്ത് മതിൽ കെട്ടാൻ പറ്റില്ല. കാരണം നമ്മൾ ചേർത്ത് മതിൽ കെട്ടി കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഒന്നായിട്ട് പൊളിവില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു തടം പോലെ ആക്കി. ഇത് നമ്മുടെ മങ്ങളുടെ വീട്ടിലുള്ള അലറിമാരാട്ടോ. അവിടെ നിന്ന് തന്നെ ഒരു കൊമ്പ് കൊടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റി ഈ ഏരിയകളൊക്കെ. മുറ്റൊക്കെ നമ്മൾ ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി ഇത് മൊത്തത്തിൽ ഒന്നുകൊണ്ട് പോളിഷ് ചെയ്യണം. പോളിഷ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷെ ഇത് കഴുകി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ പോളിഷ് ചെയ്യണോ ചെയ്യണ്ടെന്നില്ല. കാടിന്റെ നടുവിലുള്ള വീട് അല്ലേ? കാടിന് നടുവിലല്ല നമ്മള് കാടിന് നടുവിലൊന്നല്ല, റോട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് ഒരു റോഡ്. അങ്ങനെ ഒരു കാട്ടിലെത്തിയിട്ട് അങ്ങനെ കാടിന് നടുവിലുള്ള സ്കൂളിലേക്ക് പോണ സമയത്തൊന്നും ഇതിവിടെ ഒന്നുമില്ല. ഞങ്ങൾ ചാടി മറിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലേക്ക് ഷോർട്ട്കട്ടിന് പോയത് അന്ന് കാട്. പക്ഷെ ഇപ്പോ കാട് വെട്ടിച്ചടിച്ച് ഞങ്ങള് വീട് വെച്ചു. അങ്ങനെ കാടിന് നടുവിലുള്ള വീട്. അങ്ങനെ പക്ഷെ ഇവിടുത്തെ പോസിറ്റീവ് വൈബ് വേറൊരു ലെവലാണ് കേട്ടോ. നല്ല രസമാണ്. നല്ല മഴയും ഇതും കൂടി ആകുമ്പോ പറയും വേണ്ടല്ലോ. ഇപ്പോഴൊക്കെ ഭയങ്കര രസമാണ് മഴയൊക്കെ. പ്രകൃതി ആസ്വദിച്ച് നമ്മുടെ മനസ്സിലൊന്നും ഒന്നുമില്ല, അതൊക്കെ പറന്നു പോകും. വയനാട്ടിലും മൂന്നാറിലൊക്കെ പോയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴ നടക്കുന്നുണ്ട്.
ആരെങ്കിലൊക്കെ നാട്ടിൽ മഴയൊക്കെ നടക്കണ്ടെങ്കിൽ ഒന്ന് പറയല്ലോ. ഇപ്പം എല്ലാവരുടെ നാട്ടിലും മഴയാണ്, എല്ലാവർക്കും സ്കൂളൊക്കെ അതുകൊണ്ട് ആരും നമ്മളെ നാട്ടിലില്ല എന്ന് പറഞ്ഞു ഇല്ലാത്ത പരാതി കേൾക്കണ്ടല്ലോ അല്ലേ? പരാതി കേൾക്കണ്ടല്ലോ.